2020 തെരഞ്ഞെടുപ്പിൽ കേട്ടോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താ? കൃത്യമായിട്ട് 99 സീറ്റുകളും നേടിക്കൊണ്ടാണ് LDF അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന് പറയുന്നത് നിശ്ചയമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചന തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഇപ്രാവശ്യം മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. വളരെ ആവേശത്തോടുള്ള പ്രചരണമായിരുന്നു കേരളത്തിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ആദ്യം തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ആണ് കളം പിടിക്കാനായി രംഗപ്രവേശം ചെയ്തത്. അത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. തിരുവനന്തപുരത്ത് KS ശബരിനാഥിനെ പോലെ വളരെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ്, ഒരു മുൻ MLA കൂടിയാണ്. അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ടത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പിന്നിലായിരുന്നില്ല BJP. വളരെ പെട്ടെന്ന് തന്നെ ശ്രീലേഖ IPS പോലെ പത്മിനി തോമസിനെയൊക്കെ പോലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് അവരും അവരുടെ പ്രചാരണം ആരംഭിച്ചത്. എന്ന് മാത്രവുമല്ല, BJP ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ച് വരികയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ഒരു പ്ലാൻ പ്രഖ്യാപിക്കും. ആരാണ് ആ പ്ലാൻ പ്രഖ്യാപിക്കുക? തിരുവനന്തപുരത്ത് വന്ന്